കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുടുംബശ്രീ പുതിയ ചരിത്രം എഴുതി പിടിപ്പിക്കുകയാണ്. വലിയ മാറ്റമാണ് കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിലുണ്ടായിരിക്കുന്നത്. വ്യക്തിസ്വാതന്ത്ര്യത്തിൽ മാത്രമല്ല, കുടുംബ സ്വാതന്ത്ര്യവും സാമൂഹിക സ്വാതന്ത്ര്യവും നേടി അവർ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്താണ് ഹാപ്പി കേരളം എന്ന പേരിൽ പുതിയ ഒരു പ്രോഗ്രാം, ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. മുഴുവൻ ആളുകളെയും ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങളിലേക്ക് ആനയിക്കുക, അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലധിഷ്ഠിതമായാണ് കുടുംബശ്രീക്ക് കീഴിൽ ഇങ്ങനെയൊരു പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ച് ഇന്ന് ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീമതി സരളമ്മ ബി, കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിതയുടെ ജെൻഡർ കൗൺസിലർ കൂടിയാണ് അവർ. സ്വാഗതം മാഡം. ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പായി തുടങ്ങിയിട്ട് ഏതാണ്ട് 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കുടുംബശ്രീ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സ്ത്രീ മുന്നേറ്റ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട, ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമായി മാറിയിട്ടുണ്ട്, ഒരു പ്രവർത്തന മേഖലയായി മാറിക്കഴിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കുടുംബശ്രീ മുന്നോട്ട് വയ്ക്കുന്ന പരമപ്രധാനമായ ലക്ഷ്യങ്ങൾ? കുടുംബശ്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് 1998 കാലഘട്ടത്തിലാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇതിൻ്റെ തുടക്കകാലത്ത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വച്ചിരുന്നത്. അതിനുശേഷം സ്ത്രീകളും കുട്ടികളും അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ കുടുംബശ്രീ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. സ്ത്രീകളെ സാമ്പത്തികമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി സ്നേഹിത എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പ്രവർത്തനം ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു താൽക്കാലിക ഷെൽട്ടർ ഹോം കൂടിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് കൗൺസിലിംഗ് സേവനം നൽകുന്നുണ്ട്, നിയമസഹായം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെ മറ്റ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലും നടത്തുന്നുണ്ട്. ഇതൊരു ഭാഗം കുടുംബശ്രീയുടെ പ്രവർത്തനം. മറുവശത്ത് സാമ്പത്തിക ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ അവരെ മൈക്രോ സംരംഭകരാക്കി മാറ്റുക, അതിലൂടെ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയിലൂടെ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നത് പദ്ധതിയും കുടുംബശ്രീ നടത്തി വരുന്നുണ്ട്. ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ സ്ത്രീ സമൂഹം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന ആ ഒരു മനുസ്മൃതി വാക്യത്തെ അധികരിക്കുന്ന, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, അവൾ ഇടപെടുന്ന എല്ലാ മേഖലകളിൽ, അവൾ വ്യാപരിക്കുന്ന മേഖലകളിലൊക്കെ അവളെ പാരതന്ത്ര്യത്തിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ തളച്ചിടുന്ന ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആണധികാര കേന്ദ്രമായിരുന്നു. ആ ആണധികാര കേന്ദ്രത്തെ പൊളിച്ചെടുക്കാൻ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കുടുംബശ്രീയുടെ പ്രാരംഭഘട്ടത്തിൽ സ്ത്രീകൾ അയൽക്കൂട്ടത്തിലേക്ക് പോരുന്നതിന് സമൂഹം വില കുറച്ചിരുന്ന കാലമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി സ്ത്രീകൾ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അവരുടെ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും, ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത സ്ത്രീകളുണ്ടായിരുന്നു, പഞ്ചായത്ത് കണ്ടിട്ടില്ലാത്ത സ്ത്രീകളുണ്ടായിരുന്നു. ജനപ്രതിനിധികളായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ധാരാളം സ്ത്രീകൾ കുടുംബശ്രീയിലൂടെ വളർന്നു വന്നവരാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ കുടുംബശ്രീയുടെ ഒരു വില കുറച്ച രീതിയിലാണ് കുടുംബശ്രീയെ കണ്ടിരുന്നത്, സ്ത്രീകളുടെ കൂട്ടായ്മയെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്ക് എത്തി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഗവൺമെൻറ്റിന് റാപ്പിഡ് റെസ്പോൺസ് ടീമുള്ള ആ സമയത്ത് കുടുംബശ്രീയുടെ KRT എന്ന് പറയുന്ന ടീമിനെ രൂപീകരിച്ചു, കുടുംബശ്രീ റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ ആ മഹാമാരിയുടെ കാലഘട്ടങ്ങളിലൊക്കെ കുടുംബശ്രീയുടെ വലിയ കോൺട്രിബ്യൂഷൻസ്, കമ്മ്യൂണിറ്റി കിച്ചൺ പോലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയത് കുടുംബശ്രീയിലൂടെ. അപ്പം മാഡം കാര്യം സൂചിപ്പിച്ചപ്പോൾ പെട്ടെന്നൊരു ഓർമ്മ എനിക്ക് വരുന്നത്, ഈ കോവിഡ് കാലത്ത് എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക്, അല്പാകലെയാണ്, ആ സ്കൂളിലേക്ക് കൊണ്ടുപോയി പോകാൻ വേണ്ടി എന്തോ ഒരു അത്യാവശ്യത്തിന് പോകാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ച് ആ സ്കൂളിലേക്ക് ഞാൻ പോവുകയായിരുന്നു. കോവിഡ് കാലമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവറുമായി സൗഹൃദ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്യം
വലിയ ചരിത്ര പ്രധാനമായൊരു വാക്യമെന്ന് കേരള വേണമെങ്കിൽ രേഖപ്പെടുത്താവുന്നൊരു വാക്യമാണ്. ഓട്ടോ ഡ്രൈവറായ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആ പയ്യൻ എന്നോട് പറഞ്ഞത്, സർ, കോവിഡ് കാലം വന്നപ്പോഴാണ് കുടുംബശ്രീയുടെ വില എന്താണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമൊക്കെ കുടുംബശ്രീക്ക് പോയ എൻ്റെ ഭാര്യയെ ഞാൻ എതിർത്തിരുന്നു. ഇപ്പോൾ സത്യത്തിൽ കോവിഡ് കാലത്ത് കുടുംബം കഴിഞ്ഞു പോയത് കുടുംബശ്രീ ഉള്ളതുകൊണ്ടാണ്. കാരണം എൻ്റെ വാഹനം ഓടുന്നില്ലായിരുന്നു, എൻ്റെ വാഹനത്തിന് ഓട്ടമില്ലായിരുന്നു, ഞാൻ കിടക്കുമായിരുന്നു. എങ്ങനെ അരി വാങ്ങുമെന്ന് വിഷമിച്ചിരുന്നൊരു സമയത്ത് കുടുംബശ്രീയിൽ നിന്നുള്ള വരുമാനം, എൻ്റെ ഭാര്യയുടെ സംരംഭം മാത്രമല്ല, ലോണിൻ്റെ തന്നെയല്ല, ഒരു സാമ്പത്തിക സ്രോതസ്സ്. മാഡം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതിരുന്ന ഒരു മർദ്ദിത വിഭാഗം എന്ന് പറയാവുന്നൊരു വിഭാഗം, ആ അബലയെന്നും ചബലയെന്നും ഒക്കെ സമൂഹത്തിൻ്റെ പരിയമ്പുറങ്ങളിൽ അല്ലെങ്കിൽ പിന്നാമ്പുറങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം സ്ത്രീ ശാക്തീകരണത്തിലൂടെ, അല്ലേ, വിമൻ എംപവർമെൻറ്റ്, അതിലൂടെയാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ചെറിയ കാര്യം പോലും ഒരു വലിയ, ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്നത്, അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഓർത്തിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക രംഗത്തെ സ്വാതന്ത്ര്യം, സാംസ്കാരിക രംഗത്തെ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ രംഗത്തെ സ്വാതന്ത്ര്യം, ഒപ്പം തന്നെ സാമൂഹിക രംഗത്തെ, വിദ്യാഭ്യാസ രംഗത്തെ ആകെക്കൂടിയുള്ള സർവ്വതോന്മുഖമായ ഒരു സ്വാതന്ത്ര്യം സ്ത്രീ കൈവരിച്ചിട്ടുണ്ടെന്നു. ഏതാണ്ട് 50 ലക്ഷത്തോളം പേര് ഇതിലുണ്ടെന്ന് പറയുന്നു. തീർച്ചയായും കേരളമെമ്പാടുമായിട്ട് 50 ലക്ഷത്തോളം സ്ത്രീകൾ ഇന്ന് കുടുംബശ്രീയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾക്കുള്ള ഈ വലിയൊരു ശാക്തീകരണ പ്രക്രിയയിൽ ഏറ്റവും ഗുണകരമായിട്ട് നിന്ന കുടുംബശ്രീയുടെ ഒരു പരിശീലന പരിപാടിയാണ് ജെൻഡർ സെൽഫ് ലേണിംഗ് പ്രോഗ്രാം, അതായത് ലിംഗ പദവി സ്വയം പഠന പ്രക്രിയ. ഈ പ്രക്രിയയിലൂടെ ഉദ്ദേശിച്ചത് സ്ത്രീകൾ അവരവരുടെ ജീവിത സാഹചര്യങ്ങളെ വിമർശനത്തോടുകൂടി വിലയിരുത്താൻ സ്ത്രീകൾക്ക് സാഹചര്യം ഒരുക്കി കൊടുത്ത ഒരു പഠന പ്രക്രിയയായിരുന്നു, ഒരു വലിയ സമൂഹ വിദ്യാഭ്യാസ പരിപാടിയായിരുന്നു. ഈ പരിപാടിയിലൂടെ സ്ത്രീകൾ എന്താണ്, കുടുംബത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളാണ്, കുടുംബത്തിലെ തുല്യതയില്ലായ്മ, വിദ്യാഭ്യാസ മേഖലകളിൽ പൊതുരംഗത്തേക്ക് വരുന്ന അവരും സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്നുള്ള ആ ബോധത്തിലേക്ക്, വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട റോളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് ഈ ലിംഗപദവി പോലും അവർക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും. അടുക്കളയിൽ മാത്രം തേഞ്ഞു തീരുന്ന ഉപകരണങ്ങളെ പോലെ അതുപോലെ അതെ, ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ വലിയൊരു കോട്ടയെന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. അവിടെ സ്ത്രീ എങ്ങോട്ട് പോകണം, അവളുടെ ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങൾ, ഭരണഘടന ഒരു വ്യക്തിക്ക് ഉറപ്പു നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കുടുംബാന്തരീക്ഷമായിരുന്നു. അവിടെ സ്ത്രീ പുറത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. ആ തരത്തിലൊരു സാമൂഹ്യ ഘടന നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്നിരുന്നു, അല്ലേ? രൂപപ്പെട്ട് ഓൾറെഡി ഉണ്ട്. ആ കോട്ടയാണ് പൊളിച്ചെടുത്തത്. ആ കോട്ടയെ പൊളിച്ചു. അപ്പോൾ ഇപ്പം സ്ത്രീകളുടെ അടുത്ത് അന്ന് അയൽക്കൂട്ടത്തിൽ പോലും പോകണ്ട, അല്ലെങ്കിൽ മറ്റ് തൊഴിലിടങ്ങളിലേക്ക് പോകണ്ട എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് സ്ത്രീകൾ സ്വയം ഇതിന് പോകാൻ തയ്യാറായി. ഈ കൂട്ടത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ച ഒട്ടേറെ സ്വാതന്ത്ര്യം, ഈ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. തീർച്ചയായിട്ടും. കാരണം ഒരാളെ നേരെ നിർത്താൻ, നടുവളയാതെ നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും. പലപ്പോഴും സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ അവർ എല്ലാ തൊഴിൽ മേഖലയിലേക്കും സ്ത്രീകൾ എത്തി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി അവർക്ക് കിട്ടുന്ന സാമ്പത്തികം, ശരിക്കും കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീയുടെ വരുമാനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. ആ വരുമാനം അവർ വീടുകളിൽ പുരുഷൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ പൈസ മേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ തങ്ങൾ ജോലി ചെയ്യുന്ന തങ്ങളുടെ വരുമാനം എന്ന് പറയുന്നതിൽ തങ്ങൾക്കും അവകാശം ഉണ്ടെന്നുള്ളൊരു ബോധത്തിലേക്ക് സ്ത്രീകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടല്ലെങ്കിലും അത്തരം സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഈ കുടുംബശ്രീയിലൂടെ സ്ത്രീകൾ. ഇപ്പോൾ മാഡം സൂചിപ്പിച്ച ഈ പ്രവർത്തനങ്ങളെല്ലാം ഈ സ്നേഹിതയുടെ കീഴിലാണോ, കുടുംബശ്രീയുടെ കീഴിലാണോ? കുടുംബശ്രീയുടെ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ്. ഒന്ന്, സ്നേഹിത എന്ന് പറയുന്ന ജെൻഡർ വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ സ്ത്രീകളുടെ പദവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്, ആ പ്രശ്നങ്ങളിലേക്ക് സ്ത്രീകളെ ബോധവാന്മാരാക്കുന്നതിലൂടും അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നതിനൊക്കെ ആയിട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന തരത്തിലുള്ള സ്ത്രീധനം പോലുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരം കുറേയധികം പരിപാടികൾ ജെൻഡർ വിഭാഗത്തിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. ഇതല്ലാതെ സ്ത്രീകളെ സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള മൈക്രോ സംരംഭങ്ങൾ ഒക്കെ നടത്തുന്നതിനും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു വിങ്ങുണ്ട്. ഫലപ്രദമായ തരത്തിൽ കൗൺസിലിംഗ് നടക്കുന്നുണ്ടോ നിങ്ങളുടെ? തീർച്ചയായിട്ടും ഉണ്ട്.
അപ്പം നമ്മളുടെ കുറേ അതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ സ്ത്രീകളുടെ കുട്ടികളുടെയും സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകൾ നടക്കുന്നുണ്ട്. ഇത് പ്രവർത്തിക്കുന്ന ജില്ലാ ആസ്ഥാനത്തിലാണ്. അപ്പോൾ ജില്ലാ ആസ്ഥാനത്ത് നടക്കുന്ന പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്ത്രീകളുടെ സേവനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എത്തുന്നതിന് വേണ്ടി അവർക്ക് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള ഇടമാണ് അവരുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ പഞ്ചായത്ത് തലത്തിൽ ജെൻഡർ റിസോഴ്സ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജെൻഡർ റിസോഴ്സ് സെൻ്ററിനെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പഞ്ചായത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു പ്രാഥമികമായ പിന്തുണ നൽകുന്നതിന് വേണ്ടി ഈ കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സിന് കഴിയും. ഈ കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് അതിനുശേഷം ഈ പ്രശ്നത്തെ സ്നേഹിതയിലേക്ക് റെഫർ ചെയ്യുക ചെയ്യുന്നത്. അവിടെ നമ്മളവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. ഇനി അവർക്ക് നിയമപരമായ സഹായങ്ങൾ വേണമെങ്കിൽ ലീഗൽ സർവീസസ് അതോറിറ്റി, പോലീസ് സ്റ്റേഷൻ, വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യും. വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടും അവരുടെ സഹായമൊക്കെ തേടിക്കൊണ്ട് അങ്ങനെ പോകുന്നു. ഈ സാംസ്കാരിക രംഗത്ത് ഈ നാടകം പോലുള്ള പരിപാടികളുമായി ഈ കുടുംബശ്രീ മുന്നോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. എന്താണ് അത്തരം പരിപാടികളുണ്ട്? കുടുംബശ്രീക്ക് ഒരു നമ്മളുടെ സാധാരണ സ്ത്രീകളെ, കുടുംബശ്രീയിലൂടെ വളർന്നു വന്ന സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രംഗശ്രീ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ടീമുണ്ട്. ഈ തിയേറ്റർ ടീമിന് അപ്പോൾ ഈ നാടക ടീമിന് സംസ്ഥാന തലത്തിൽ വിദഗ്ധരായിട്ടുള്ള ഇത്തരം മേഖലയിലെ പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടു കൂടി പരിശീലനം കൊടുത്തുകൊണ്ട് അവർക്ക് എല്ലാ ജില്ലയിലും അവരുടെ ടീമുകളുണ്ട്. അപ്പോൾ ഈ ടീം ഇപ്പോൾ അവർക്ക് നമ്മൾ ഇത്തരം പ്രത്യേക സമയങ്ങളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സമ്പൂർണ്ണ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാടക പരിപാടി എല്ലാ പഞ്ചായത്തിലും നടത്തിയിരുന്നു. അത് ശുചിത്വ മിഷനും മറ്റ് അതിനോടനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു നാടക പരിപാടി ജില്ലയിൽ മുഴുവൻ നടത്തി. അത് ശുചിത്വത്തിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ചും വീടുകളിലുള്ള ശുചിത്വങ്ങൾ വഹിച്ചുകൊണ്ട് പോകാൻ വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രാധാന്യം, അവരെ കാണേണ്ട രീതി, അവർ സമൂഹത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഒരു നാടക പരിപാടി നടത്തിയിരുന്നു. അതുപോലെ സ്ത്രീകളും കുട്ടികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും സാമൂഹ്യ ബോധവൽക്കരണം എന്ന രീതിയിൽ പൊതുവിടങ്ങളിൽ നാടക പരിപാടികളൊക്കെ നടത്തുന്നു. ഇത്തരം വിവിധങ്ങളായ പരിപാടികൾ രംഗശ്രീ ടീം ചുരുക്കത്തിൽ കുടുംബശ്രീ കൈവയ്ക്കാത്ത മേഖലകളില്ലെന്ന് വേണം പറയാൻ അല്ലേ? കാരണം പുരുഷൻ വ്യാപരിക്കുന്ന സർവ്വ മേഖലകളിലും സ്ത്രീയെ വ്യാപരിപ്പിക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യവും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട ഒരു പരിപാടി, ഏറ്റവും ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്നെ ഒരു ഇടം നേടിയ പരിപാടിയാണ് ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നത്. ഈ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം കുടുംബശ്രീയുടെ വിവിധങ്ങളായ പദ്ധതിയുണ്ട്. ഇപ്പോൾ തൊഴിൽ പരിശീലന പരിപാടികളുണ്ട്, വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതുണ്ട്, സംരംഭങ്ങളെക്കുറിച്ചുള്ളത്, എന്താണ് കുടുംബശ്രീയുടെ ബൈലോ, എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ, എന്താണ് CDS തലത്തിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ADS എന്ത് ചെയ്യുന്നു, അയൽക്കൂട്ട അംഗങ്ങളുടെ റോള്, ഇത്തരത്തിൽ കുറേ അധികം ഇതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കുടുംബശ്രീയുടെ വിവിധ പദ്ധതികളെ അയൽക്കൂട്ട അംഗങ്ങളെ എല്ലാവരും ഒന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നത്. പള്ളിക്കൂടത്തിലേക്ക് മടങ്ങുക, അതെ, പള്ളിക്കൂടത്തിലേക്ക് ബാക്ക് ടു സ്കൂൾ. ഈ പദ്ധതി നടപ്പാക്കിയതിലൂടെ വല്ലാത്തൊരു വൈകാരിക അനുഭവം, ഒരു വൈകാരികമായി നമ്മുടെ ജനങ്ങളെ പാകപ്പെടുത്താൻ ഒരു വട്ടവും കൂടി ആ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാനും ആ പഴയ ഓർമ്മകളെ പങ്കുവയ്ക്കാനും ഒക്കെ ഒരു സാധ്യതയുണ്ടായല്ലോ. ഒരു വലിയ സാധ്യതയായിരുന്നു. തീർച്ചയായിട്ടും ഈ അമ്മമാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ വരുന്നത് പോലെ ഈ പരിശീലനത്തിനുള്ള പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഒക്കെ ആയിട്ട് അവരുടെ വസ്ത്രധാരണം വരെ ഒരു സ്കൂൾ കുട്ടികളുടേതായ രീതിയിൽ ആക്കിക്കൊണ്ട് എല്ലാവരും 10 മണിക്ക് സ്കൂളിൽ വരുന്നു. ഇപ്പോൾ കുടുംബശ്രീ ഈ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയുള്ള പരിശീലകരുണ്ട്. അവരെ അധ്യാപകരാക്കിക്കൊണ്ട് ഓരോ പീരീഡ് ആയി മാറി മാറി ഈ സ്കൂൾ ടൈം ക്രമീകരണത്തിൽ തന്നെ എല്ലാ പദ്ധതികളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയായിരുന്നു. വളരെ സന്തോഷം തോന്നി. മക്കളൊക്കെയാണ് ഈ അമ്മമാരെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതും ഒക്കെ. വളരെ സന്തോഷകരമായിട്ടുള്ള, ഇതുവരെ ഇന്ത്യ തന്നെ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം
എന്ന് കവി എഴുതിയ അതുപോലെ തന്നെ ആ ചെറിയ ചെറു മോഹങ്ങളുമൊക്കെ ആയിട്ട് അവർ പള്ളിക്കൂട വരാന്തകളിലും പള്ളിക്കൂടത്തിൻ്റെ അങ്കണങ്ങളിലും ഒക്കെ കൊച്ചു കുട്ടികളെ പോലെ അവരുടെ ബാല്യകാല പ്രായം മറന്നവർ നടന്നു. വളരെ സന്തോഷമുണ്ട് മാഡം ഈ കാര്യങ്ങൾ. തീർച്ചയായിട്ടും DPM എത്തിയിട്ടുണ്ട്. DPM സൗമ്യ മാഡം എത്തിയിട്ടുണ്ട്. സൗമ്യ മാഡവുമായിട്ട് ചില കാര്യങ്ങളും കൂടി പങ്കുവയ്ക്കാനുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് മീഡിയ നെറ്റുമായി കുടുംബശ്രീയെ സംബന്ധിച്ച വിലമതിച്ച ചില കാര്യങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു സാർ. തുടർന്നുള്ള ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് കുടുംബശ്രീയുടെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജരായ ശ്രീമതി സൗമ്യ IS ആണ്. സ്വാഗതം മാഡം. നമസ്കാരം. ബാക്ക് ടു സ്കൂൾ പരിപാടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സരളമ്മ മാഡം അവസാനിപ്പിച്ചത്. വളരെ വൈകാരികമായ അനുഭവമാണ് അത് കേരളത്തിലെ അമ്മമാർക്ക് നൽകിയത്. അമ്മമാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ പരിപാടി, സ്ത്രീകൾക്ക് മാത്രമുള്ള പരിപാടിയായിരുന്നല്ലോ അല്ലേ? അയൽക്കൂട്ട അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. മാഡം അതിന് എങ്ങനെയാണ് പരിപാടി അനുഭവപ്പെട്ടത്? ആ പരിപാടി അയൽക്കൂട്ട അംഗങ്ങളെ സംബന്ധിച്ച് തിരികെ അവരുടെ ബാല്യകാലത്തിലേക്കുള്ളൊരു മടക്കമായിട്ടാണ് അവരെല്ലാവരും അനുഭവങ്ങൾ പങ്കുവച്ചത്. അവരെല്ലാവരും 10 വയസ്സ് കുറഞ്ഞതായിട്ടും അത്തരത്തിൽ വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു ആ സമയം എന്ന്. എത്ര ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു? കുറേ ദിവസങ്ങൾ നീണ്ടു നിന്ന പരിപാടി. ഒരു ദിവസത്തെ പരിപാടിയായിട്ടാണ് ഞാൻ കേട്ടത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു ദിവസത്തെ പരിപാടിയാണ്, പക്ഷേ പല ബാച്ചുകളായിട്ടായിരുന്നു സംഘടിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ സന്തോഷം നൽകുന്ന പരിപാടിയായിരുന്നു അല്ലേ? അവരെല്ലാം ഇങ്ങനെ ഓടിച്ചാടി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്കൂൾ മുറ്റത്തോടെ കുട്ടികളെ പോലെ നടക്കുകയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പൊതുവെ ഈ കുടുംബശ്രീ പരിപാടികളിലൂടെ വളരെ മുന്നേറിയിട്ടുണ്ട് സമൂഹത്തിൽ എന്ന കാര്യം സംശയമില്ല. അവരിൽ ആ സന്തോഷം കാണാനുണ്ടോ? ഉണ്ട്. ഏതൊക്കെ തരത്തിലാണ് അത് മാഡത്തിന് അനുഭവപ്പെടുന്നത്? അവരുടെ പങ്കാളിത്തം തന്നെയാണ്. പരിപാടികളിലെ പങ്കാളിത്തമാണെങ്കിലും അവരുടെ മുന്നേറ്റങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണെങ്കിലും നമ്മളിതെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ഈ ഒരു കുടുംബശ്രീയുടെ കൃത്യമായ ഇടപെടൽ അവിടെ കാണാനായിട്ട് സാധിക്കും. പങ്കാളിത്തം എന്നതുകൊണ്ട് മാഡം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു. പണ്ടൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമേ ഇല്ലായിരുന്നു, അവർ വരാറില്ലായിരുന്നു വിളിച്ചാൽ. ഇപ്പോൾ അവരുടെ പങ്കാളിത്തം സാന്നിധ്യം എന്നുകൊണ്ട് തന്നെ അത് ശ്രദ്ധേയമാകുന്നുണ്ട്. അത് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം മാഡം സൂചിപ്പിച്ചു. ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സിൽ ഇല്ലേ, മൊത്തത്തിലുള്ള അവരുടെ ഭക്ഷണത്തിൽ, അവരുടെ യാത്രയിൽ, അവർ കൺവീനിയൻസിന് ഉപയോഗിക്കുന്ന മറ്റ് മാധ്യമങ്ങൾ, ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകുന്നു എന്നർത്ഥം. അത് കുടുംബശ്രീ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. വിവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ സ്ത്രീകളെ സംരംഭകരാക്കുന്നതിനായാലും അത്തരത്തിൽ കൃഷികളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ആരംഭിക്കുന്നതിനായാലും അത്തരത്തിൽ വിവിധ മേഖലകളിൽ കുടുംബശ്രീ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ബാങ്കിനെ എങ്ങനെയാണ് കുടുംബശ്രീ ബാങ്കിനെ ഇതിൽ ബന്ധപ്പെടുത്തുന്നത്? ഒരു കുടുംബശ്രീ യൂണിറ്റ് നേരിട്ട് പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്? ഗ്രൂപ്പുകൾക്കാണ് നിലവിലെ ലോണുകൾ എല്ലാം നൽകുന്നത്. അത് പക്ഷേ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലൂടെയാണ് ഇത്തരത്തിൽ ലോണുകളെല്ലാം. ലക്ഷക്കണക്കിന് രൂപയാണ് പലപ്പോഴും കുടുംബശ്രീകൾ ലോണായിട്ട് എടുക്കുന്നതും തിരിച്ചടയ്ക്കുന്നതും. അപ്പോൾ തിരിച്ചടവിൽ ബാങ്കുകൾ പറയുന്നു, ബാങ്ക് മാനേജർമാർ പറയുന്നു, കുടുംബശ്രീക്കാർക്ക് ലോൺ കൊടുക്കാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതിൻ്റെ കാര്യം തിരിച്ചടവ് കറക്റ്റാണ്. അല്ലാത്തതുണ്ട്, ഇല്ലായൊന്നുമില്ല. അവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കുന്നുണ്ട്, ഇല്ലയെന്നൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും പൊതുവെ താരതമ്യേന പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ആ കാര്യത്തിൽ വളരെ പങ്ക്ച്വലാണ് എന്നാണ് ബാങ്ക് മാനേജർമാരുടെ പൊതുവെയുള്ള ഒരു രീതി. അങ്ങനെ പൊതുവെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെ പുതുതായി കേൾക്കുന്നു ഒരു പദ്ധതി ഡിസംബറിൽ വരുന്നു എന്നും ആ പദ്ധതി ഈ സന്തോഷകരമായ അനുഭവങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പദ്ധതിയാണെന്നും ആ പദ്ധതിയുടെ പേര് ഹാപ്പി കേരളം എന്നാണെന്ന് പറയുന്നു. വളരെ അർത്ഥോന്മുഖമായ ഒരു പേരാണ്. അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് എന്താണ് ഉണ്ട്. കേരളം ഡിസംബർ അവസാന വാരത്തോടെ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ഹാപ്പി കേരളം പദ്ധതി. ഇതിൻ്റെ പരിശീലനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സമൂഹത്തെ ഒരു സന്തോഷ സമൂഹമാക്കി പരിവർത്തിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് വിവിധ തലങ്ങളിലുള്ള ഹാപ്പിനെസ് ഫോറങ്ങൾ രൂപീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഹാപ്പിനെസ് ഫോറത്തിലേക്കുള്ള റിസോഴ്സ് ഗ്രൂപ്പിൻ്റെ പരിശീലനമാണ് നമ്മളിവിടെ
നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ തലത്തിലുള്ള റിസോഴ്സ് ഗ്രൂപ്പിനുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി കേരള എന്ന് നമ്മൾ പറയുമ്പോൾ പൊതുവേ നമ്മുടെ ജനങ്ങളെ സന്തോഷവാന്മാരാക്കുക. നമുക്ക് സന്തോഷത്തിൽ പൊതുവേ നമുക്കൊരു സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടോ കേരളീയ ജനതയ്ക്ക്? സന്തോഷം എന്നത് ഒരാളുടെ വ്യക്തിപരമായൊരു കാര്യമാണ്. അതിൽ തന്നെ പല ആസ്പെക്ട്സും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരം ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ബോധപൂർവമായ ഇടപെടലിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെയാണല്ലോ, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ സമൂഹത്തിൽ പലപ്പോഴും നടക്കുന്നത് അല്ലേ? ഈ സന്തോഷങ്ങൾ പലപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ. ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ അല്ലേ? ഇതിലൂടെയൊക്കെയാണല്ലോ മനുഷ്യൻ പലപ്പോഴും സന്തോഷിക്കുന്നത്. അപ്പോൾ അത്തരം സന്തോഷ അനുഭവങ്ങളെ, മുഹൂർത്തങ്ങളെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് സന്തോഷകരമായ അനുഭവം ജനങ്ങൾക്ക് നൽകുന്ന ഒരു പദ്ധതിയായിട്ടാണോ ഇതിനെ കാണുന്നത്, വിഭാവനം ചെയ്യുന്നത്? അതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്, അത്തരത്തിലാണ്. പക്ഷേ കുടുംബശ്രീ ഈ ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കൂടി ഈ സന്തോഷത്തെ എത്തിക്കുക എന്നതും കുടുംബശ്രീ ലക്ഷ്യമിടുന്നുണ്ട്. അതെ. ഇപ്പോൾ ഈ ലോകത്ത് ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ സന്തോഷകരമായ രാജ്യങ്ങൾ നമുക്ക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണല്ലോ പൊതുവെ, ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങൾ. ഈ തരം രാജ്യങ്ങളാണ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നത്. ഫിൻലൻഡാണ് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ അനുഭവം പങ്കുവയ്ക്കുന്ന രാജ്യം എന്നാണ് സർവേയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കേരളം അതുപോലെ ഒന്നാം സ്ഥാനത്തേക്ക് കേരളത്തെ എത്തിക്കും. ഇപ്പോൾ കേരളം മാഡം സൂചിപ്പിച്ചതുപോലെ ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കിയാൽ നമ്മൾ ആ കാര്യത്തിൽ ഒത്തിരി മുന്നിലാണ്. പ്രത്യേകിച്ച് നമ്മൾ നേടിയെടുത്ത, അതായത് കാലങ്ങളായി നമ്മളുടെ കേരളത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാനമാണെങ്കിലും നമ്മുടെ വിവിധങ്ങളായ ഇടപെടലുകളാണെങ്കിലും അതിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യങ്ങൾ കേരളത്തിൽ നിലവിൽ സൂചിപ്പിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഒക്കെ നാം നേടിയെടുത്ത ഏതാണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന കേരളം ഇല്ലേ? ആ തരം കേരളത്തെ സംബന്ധിച്ചാണ് നമ്മൾ പൊതുവെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തി ശുചിത്വം അല്ലേ, സാമൂഹ്യ ശുചിത്വമൊക്കെ ഒരല്പം പിന്നെ പോകുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ മുന്നിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി വരേണ്ടതാണ് ഒരു സന്തോഷം. പക്ഷേ ആ സന്തോഷം നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ പുതുതായി ലോഞ്ച് ചെയ്യുകയാണ് ഒരു പ്രോജക്റ്റ് അല്ലേ? അതെ. അതിനായി കേരളത്തിലൊരു പ്രത്യേക മാതൃക, അതായത് പ്രോസ്പെരിറ്റി മോഡൽ എന്നറിയപ്പെടുന്ന ഒരു മാതൃക തന്നെ കേരള സമൂഹത്തിനായിട്ട് കുടുംബശ്രീയിൽ പ്രോസ്പെരിറ്റി മോഡൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ മൊഡ്യൂളൊക്കെ തയ്യാറായിട്ടുണ്ട്. അതിന്റെ പരിശീലന പരിപാടികൾ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നു. കേരളത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട 154 ഗ്രാമപഞ്ചായത്തുകളിലാണ് 1000-ഓളം പഞ്ചായത്തുകളിൽ 154 ഉണ്ട്. അതിൽ നിന്നും നമ്മൾ 154 പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും. അതെ. അതിനായിട്ട് കുടുംബശ്രീയിൽ തന്നെ മാതൃകാ CDSകളിലാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പം അത് തന്നെ ഇടുക്കി ജില്ലയിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഈ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ പദ്ധതികളും ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ DPEP, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതിനു മുമ്പ് 90-91 ഈ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതി. ഈ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതി വന്നപ്പോൾ നമ്മൾ ആദ്യം അത് കോട്ടയം നഗരത്തിൽ നടപ്പാക്കിയത്. അത് കഴിഞ്ഞ് അവിടെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളത് എറണാകുളം ജില്ലയിൽ നടപ്പാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അതിനെ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതി എന്ന നിലയിൽ എല്ലാ ജില്ലകളിലും നടപ്പാക്കുന്നത്. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി വന്നപ്പോൾ നമ്മൾ 6 ജില്ലകളിലാണ് 96 നടപ്പാക്കിയത്. അത് പരീക്ഷണമായിരുന്നു. 6 ജില്ലകളുടെ പരീക്ഷണ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അത് വ്യാപിപ്പിച്ചത്. എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരം പദ്ധതികൾ നമ്മൾ ആദ്യം ഒരു ട്രൈ ഔട്ട് നടത്തും അല്ലേ? ആ ട്രൈ ഔട്ടിലൂടെ, അതൊരു പരീക്ഷണത്തിലൂടെ അത് വിജയകരമാണ് എങ്കിൽ നമ്മൾ ഇതുവരെയുള്ള അനുഭവം എങ്ങനെയാണ് മാഡം? ഇത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതിൻ്റെ പൈലറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഹാപ്പിനെസ് സർവേ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നതിനുള്ള ഒരു മാതൃക രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനായിട്ടൊരു കൃത്യമായൊരു അപ്രോച്ച് നമ്മൾ കുടുംബശ്രീ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊരു SRG ഉണ്ടാവില്ലേ? ഇത് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. സംസ്ഥാന തലത്തിലൊരു കോർ ഗ്രൂപ്പ് ഉണ്ടായിക്കാണും. ആദ്യം ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടായിക്കാണും. ആ കോർ ഗ്രൂപ്പിന്റെ താഴെ ഒരു സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ താഴെ DRG വരും. അതെ, ജില്ലാ തലത്തിലൊരു ഹാപ്പിനെസ് ഫോറം ആണുള്ളത്. അതിന് താഴെ
CDS തലത്തിലും ഹാപ്പിനെസ് ഫോറം ഉണ്ട്. അതിന് താഴെ വാർഡ് തലത്തിൽ എന്നിടം എന്ന പേരിലാണ് ഹാപ്പിനെസ് ഫോറം നമ്മൾ ഇടമാണ് യഥാർത്ഥത്തിൽ എന്നിടം. അതിനും താഴെ നമ്മൾ അയൽക്കൂട്ട മേഖലയിൽ നമ്മൾ ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ആ ഇടങ്ങളിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ എന്ന് പറയാം, സമൂഹത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളെയും നമ്മൾ അഭിസംബോധന ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതെ, ആ ഇടത്തിലേക്ക് എത്തുന്ന ആബാലവൃന്ദം ജനങ്ങളെയും ഒരേപോലെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഹാപ്പിനെസ്സിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നമ്മൾ നടപ്പിലാക്കുന്നത്. മാഡം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, സമൂഹത്തിലൊക്കെ ഈ ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നതിന് ഒട്ടേറെ കാരണങ്ങളുണ്ടല്ലോ. പല പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ രോഗങ്ങൾ, അപകടങ്ങൾ, അതുപോലെ തന്നെ മദ്യപാനം, മയക്കുമരുന്ന്, ഇതുപോലെ ജനങ്ങളെ വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടൊക്കെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളെ സത്യത്തിൽ വിമോചിപ്പിക്കുന്ന ഒരു പദ്ധതിയായി ഈ ഹാപ്പി കേരളം പദ്ധതി മാറുമോ? മാറും. കാരണം ഓരോ വ്യക്തികളും അവരുടെ സന്തോഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളാണ് ഇതിൽ നടപ്പിലാക്കുന്നത്. അതിനുശേഷം ഈ വ്യക്തിയുടെ സന്തോഷത്തിൽ നിന്നും കുടുംബത്തിൻ്റെ സന്തോഷത്തിലേക്കും, കുടുംബത്തിൻ്റെ സന്തോഷം സമൂഹത്തിൻ്റെ സന്തോഷത്തിലേക്കും എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയിലേക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. കേരള സമൂഹം ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാനുള്ള ഒരു ഇടം കേരള സമൂഹത്തിൽ നിലനിൽക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. അതിൻ്റെ പരിശീലന പരിപാടികളാണ് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നത്, അല്ലേ? നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു DRG, അതായത് ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരണവും ഇതുവഴി ലക്ഷ്യമിടുന്നുണ്ടോ? ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ ഓരോ പഞ്ചായത്തിലും ഒരു ഹാപ്പിനെസ് സെൻറ്റർ കോർഡിനേറ്ററെ നിയമിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കപ്പെടുന്നത് ഉണ്ടാവുക. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു വലിയ ലക്ഷ്യമാണ് നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ളത്, ഇല്ലേ? ഇപ്പം നിലവിലുള്ള റിസോഴ്സ് ഗ്രൂപ്പും ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ ജില്ലയിലാണ്ട് 51 പഞ്ചായത്തുണ്ടെന്നു. എൻ്റെ കൃത്യ കണക്കല്ല, എൻ്റെ കണക്ക് 51 തോന്നുന്നു. അപ്പോൾ ഈ പഞ്ചായത്തുകളിലെ മുഴുവൻ ആളുകൾക്കും പരിശീലനം കൊടുക്കേണ്ട ഒരു ഹാപ്പിനെസ് മൂഡിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അധികം താമസിയാതെ വന്നെത്തും. അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ റിസോഴ്സ്ഫുൾ ആവും, നമ്മുടെ ആളുകൾ ആവുമെന്ന് തന്നെയാണ് ധരിക്കുന്നത്. അതെ, അതിന് കൃത്യമായൊരു മെത്തഡോളജി ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ 7 മേഖലകളാക്കിയിട്ട് നമ്മൾ ഈ സന്തോഷത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളായാലും സന്തോഷത്തെ ഉണ്ടാക്കുന്ന ഘടകങ്ങളായാലും നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മാനസികാരോഗ്യം വരുന്നുണ്ട്, ശാരീരിക ആരോഗ്യം വരുന്നുണ്ട്, പോഷണം, ഭക്ഷണം, കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ അതെല്ലാം വരുന്നുണ്ട്, സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്, സാമ്പത്തിക സുസ്ഥിരത വരുന്നുണ്ട്, ഇതുകൂടാതെ ജനാധിപത്യ മൂല്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മാഡം, ഇത് ഈ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ വളരെ റിസോഴ്സ്ഫുള്ളായ അനുഭവ പാരമ്പര്യമുള്ള ആളുകളുടെ സേവനം ആവശ്യമുണ്ടായിരുന്നു. സൈക്കോളജിസ്റ്റുകളുടെ, സൈക്കാട്രിസ്റ്റുകളുടെ, വിദ്യാഭ്യാസ വിചക്ഷണരുടെ ഒക്കെ സേവനം ആവശ്യമുണ്ടായിരുന്നു. അതെല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? അതെ, ഓരോ ഗ്രാമപഞ്ചായത്തിലും നമ്മൾ സൈക്കോളജിസ്റ്റുകൾ, ന്യൂട്രീഷനിസ്റ്റുകൾ, അതല്ലാതെ വിദ്യാഭ്യാസ വിദഗ്ധർ, അതുകൂടാതെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്, കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തികൾ, അതല്ലാതെ പരിശീലനങ്ങൾ നടത്തിയിട്ട് നല്ല വെൽ നോൺ ആയിട്ടുള്ള ട്രെയിനേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഇല്ല, എല്ലാ മേഖലയിലുമുള്ള ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഗ്രാമപഞ്ചായത്തിലുമുള്ള റിസോഴ്സ് ടീമുകൾ. മൊഡ്യൂൾ പ്രിപ്പറേഷൻ സത്യത്തിൽ വളരെ ഗഹനമായ മൊഡ്യൂൾ, ഒപ്പം തന്നെ വളരെ സങ്കീർണമെന്ന് പറഞ്ഞുകൂടെങ്കിൽ പോലും നിങ്ങൾ നല്ല സമഗ്രമായ ഒരു മൊഡ്യൂൾ ഇതിനാവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും മറ്റുള്ള ആളുകളിലേക്ക് കൺവേ ചെയ്യുന്നതിനും ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് തന്നെ ആവശ്യമില്ലേ? അതെ, നമ്മൾ നിലവിൽ റെസിഡൻഷ്യലായി തന്നെയാണ് പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിനുശേഷം പഞ്ചായത്ത് തലത്തിലും ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുന്നതാണ്. അതൊരു വലിയ സാമ്പത്തിക ചെലവ് ഇതിന് വരുമല്ലോ.
എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ റെസിഡൻഷ്യലൊക്കെ ആകുമ്പോൾ അതെങ്ങനെയാണ് സർക്കാർ സാമ്പത്തിക കണ്ടെത്തും എന്ന് നമ്മൾ വിചാരിക്കും? കുടുംബശ്രീക്ക് അതിന് ഫണ്ടുണ്ടാവും? ഇതിൽ നിലവിൽ നമ്മൾ റെസിഡൻഷ്യൽ പരിശീലനങ്ങൾക്ക് ആവശ്യമുള്ള തുക തന്നെയാണ് എടുക്കുന്നത്. ഇതല്ലാതെ സന്തോഷത്തിൻ്റെ ഘടകങ്ങളിലേക്കായിട്ടുള്ള മാറ്റുകൂട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നടത്തുന്നതാണെങ്കിലും ഇടം ക്രിയേറ്റ് ചെയ്യുന്നതിനാണെങ്കിലും നമ്മൾ ശ്രമിക്കുന്നത്. ഒരു വിഭവ സമാഹരണം ഇതുവഴിയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നു ഉണ്ടാവും. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് മാഡം. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഈ പുതിയ പദ്ധതികളെക്കുറിച്ചും കുടുംബശ്രീ എന്ന് പറയുന്ന വലിയ പദ്ധതിയെ സംബന്ധിച്ചും അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെ സംബന്ധിച്ചും വരാൻ പോകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും ഒക്കെ കാര്യഗൗരവമായി സംസാരിച്ചതിന് ഇതുവരെ നാം കേട്ടിട്ടില്ലാത്ത ഒരു സാമൂഹിക പരിവർത്തന പരിപാടിയാണ് ഹാപ്പി കേരളം പദ്ധതി. ഈ പദ്ധതിയുടെ നടപ്പാക്കുമ്പോൾ ഈ പദ്ധതിയിലൂടെ നാം പ്രതീക്ഷിക്കുന്നത് സന്തോഷകരമായ ഒരു ജനസമൂഹത്തെയാണ്. അതെങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നതിനെ സംബന്ധിച്ച് അണിയറയിൽ വലിയ ഗവേഷണങ്ങൾ നടക്കുന്ന സമയമാണ്. നമുക്ക് കാത്തിരിക്കാം സന്തോഷത്തോടെ. നന്ദി, നമസ്കാരം.